വളരെ ദുഃഖകരമായ ഒരു വാർത്ത ദീപക് തർമ്മം റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കണം. തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ബന്ദിപൂർ വെച്ചാണ് ആന ചരിഞ്ഞത്. ഇന്നലെ മുഴുവൻ നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായ തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു എന്ന വാർത്ത ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് തർമ്മണം നമുക്കൊപ്പം ചേരുന്നു. ദീപക്, എപ്പോഴാണ് ഈ വിവരം നമുക്ക് ലഭിച്ചത്? പറയൂ. SKN ഏറെ നടുക്കുന്ന ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അല്പം മുൻപാണ് കർണാടക സംസ്ഥാനം കേരള സംസ്ഥാനത്തെ സർക്കാരിനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത്. തണ്ണീർ കൊമ്പൻ ബന്ദിപ്പൂരിൽ വെച്ച് ചെരിഞ്ഞു എന്നുള്ളതാണ് വിവരം. അതായത് കേരളത്തിൻ്റെ വനം വകുപ്പ് ഒരു ദിവസമാകെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തണ്ണീർ കൊമ്പനെ മയക്കുപിടി വെച്ചത്. അത് കഴിഞ്ഞ് എലിഫൻ്റ് ആംബുലൻസിലേക്ക് കയറ്റുന്നു. അത് കഴിഞ്ഞ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി മാനദണ്ഡങ്ങളെല്ലാം നോക്കി സമയമെടുത്തുകൊണ്ട് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ബന്ദിപ്പൂരിൽ ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് കർണാടകത്തിന് കൈമാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരണം ആന ചെരിഞ്ഞു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വേളയിൽ നമ്മളോടൊപ്പം കേരളത്തിൻ്റെ വനം മന്ത്രി, ഈ കാര്യങ്ങളാകെ മോണിറ്റർ ചെയ്ത നേതൃത്വം നൽകിയ മന്ത്രി AK ശശീന്ദ്രൻ 24-നൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ്, എന്താണ് ലഭ്യമായ വിവരം? ഇന്നലെ രാവിലെ മുതൽ മാനന്തവാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളിൽ ഭീതി പടർത്തിയ തണ്ണീർ കൊമ്പൻ ഇന്ന് അതീവ വേദനയുണ്ടാക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് നൽകുന്നത്. ഏതാനും സമയത്തിന് മുമ്പ് ആ ആന ചരിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഇന്നലെ വരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയുമെങ്കിലും ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. വളരെ സൗമ്യശീലനായ ഒരാനയായിരുന്നു അത് മരിച്ചു എന്ന വാർത്ത നമ്മുടെ ഒരു ബന്ധു മരിച്ചതുപോലുള്ള ഒരു ദുഃഖമാണ് ഇപ്പോൾ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മാനദണ്ഡങ്ങൾ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മയക്കുവെടി വെക്കൽ, ഇതിലൊക്കെ പാലിക്കേണ്ട ചില നിയമങ്ങൾ തന്നെയുണ്ട്. അതെല്ലാം പാലിച്ചാണല്ലോ സംസ്ഥാനം ചെയ്തത്. അതോ എന്തെങ്കിലും ഈ ഓപ്പറേഷനിലെ പിഴവാണോ? മാത്രവുമല്ല, ഈ ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു, ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താണ് വനം വകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ? അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സംയുക്തമായിട്ടാണ് നടത്തുക എന്ന് തീരുമാനിക്കും. കർണാടകയും കേരളയും സംയുക്തമായ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. അതിനു മുമ്പേ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല. പക്ഷേ ഏതായിരുന്നാലും ആ സംഭവത്തെക്കുറിച്ച് ഒരു ഉന്നതതല സമിതിയെ വെച്ച് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ള നിഗമനം. ഫോൺ എടുക്കട്ടെ ദീപക്. കാര്യം എന്തെങ്കിലും അത്യാവശ്യ വിവരങ്ങളായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം സംസാരിക്കട്ടെ, നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം മന്ത്രിയെ ഇപ്പോൾ സർക്കാരിൽ നിന്നും കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മധു വിവരങ്ങൾ അറിയിക്കുകയാണ്. കർണാടക വനം വകുപ്പ് കേരളത്തിൻ്റെ ഫോറസ്റ്റ് മിനിസ്ട്രിയെ ഔദ്യോഗികമായി തന്നെ ഈ മരണം, ആന ചെരിഞ്ഞു എന്നത് സ്ഥിരീകരിച്ചറിയിച്ചിരിക്കുന്നു. ആനയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു എന്നുള്ളത് മന്ത്രി ഇന്നലെ തന്നെ അറിയിച്ചതാണ് നമ്മളോട്. ഇന്ന് കാലത്തും ഞാൻ കണ്ട സമയത്ത് AK ശശീന്ദ്രൻ മിനിസ്റ്റർ പറഞ്ഞത് ആനയ്ക്കുള്ള ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് മിനിസ്റ്റർ ഇതിൻ്റെ ഒരു ഒടുവിലെത്ത വിവരം? അല്ല, നേരത്തെ തന്നെ ഔദ്യോഗികമായി ഞങ്ങൾ പറഞ്ഞതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും അതിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തന്നെയാണ്. എപ്പോഴും അതില്ലെങ്കിലും ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഒന്ന് ശ്യാമിനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇതിൽ ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇന്നലെ പറയുമ്പോൾ തന്നെ ആരോഗ്യനിലയുടെ പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ചിത്രം കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വനംവകുപ്പ് എടുത്തിട്ടുള്ളൊരു തീരുമാനം പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അവരുടെയും കൂടി രണ്ടുപേരുടെയും സാന്നിധ്യത്തിലായിരിക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും പരസ്പരം ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു സുതാര്യമായ നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ സംഭവങ്ങളെക്കുറിച്ച് ആകെ ഒരു ഉന്നതതല സമിതിയെ വെച്ച് 5-6 അംഗങ്ങളുള്ള ഒരു ഉന്നതതല സമിതിയെ വെച്ച് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജനങ്ങളിൽ ഇതും
നേരത്തെ ഉണ്ടാക്കിയ ആശങ്കയുടെ മറുവശത്തെ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നേരെ ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്കാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനകത്തൊരു നിഗമനത്തിലെത്തിച്ചേരാൻ എനിക്കൊരു ചർച്ചകൾ ആവശ്യമാണല്ലോ. കാരണം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആ വിവരം കിട്ടിയത്. ആ വിവരം നമ്മുടെ നാട്ടിലെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളൊരു വകുപ്പിൻ്റെ തലവനെന്നുള്ള നിലയിൽ എനിക്ക് നടുക്കമുണ്ടാക്കിയൊരു വാർത്തയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിനിധികൾ കർണാടകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് അയക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ല, നമ്മുടെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ തണ്ണീർക്കൊമ്പനോടൊപ്പം തന്നെ അല്ലാതെ ഉന്നത ഉദ്യോഗസ്ഥർ പോകേണ്ടി വരും. അല്ലാതെ അതൊക്കെ നമ്മൾ ഒരു ഏതായാലും ഒരു പരിശോധനയും പഠനവും ഇതിന് നിർബന്ധമായിട്ടും വേണ്ടി വരുമല്ലോ. കാരണം ഇത് പരമാവധി സുതാര്യമായി തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണല്ലോ വകുപ്പ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായ സുതാര്യമായ നടപടികളിലൂടെ തന്നെ ഈ പ്രശ്നത്തെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. താങ്ക് യു SKN. വളരെ കൃത്യമായി തന്നെ മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത് ഒരു സുതാര്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉന്നതതല സമിതി ഈ കാര്യം അന്വേഷിക്കും. മറ്റൊരു കാര്യം, സംയുക്തമായ പോസ്റ്റ്മോർട്ടം, അതായത് കർണാടക സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പ്രതിനിധികൾ കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു സംയുക്തമായ പോസ്റ്റ്മോർട്ടം ആയിരിക്കും നടത്തുക എന്നുകൂടിയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. താങ്ക് യു മിനിസ്റ്റർ, ഈ തിരക്കിനിടയിലും അങ്ങ് നമ്മളോടൊപ്പം സഹകരിച്ചതിൽ. ഇന്ന് പങ്കുവെക്കാനുള്ള ഒരു സന്തോഷകരമായ വാർത്ത അല്ലാത്തതിൽ എനിക്ക് പ്രയാസമുണ്ട്. അത് സ്വാഭാവികമായി സംഭവിച്ചു എന്നുള്ള നിലയിൽ നമുക്ക് ആശ്വസിക്കാം. SKN വിജയകരമായി ഒരു ദൗത്യം പൂർത്തിയാക്കി എന്നുള്ള അഭിമാനത്തിലും സന്തോഷത്തിലുമായിരുന്നു മിനിസ്റ്റർ രാവിലെ നമ്മൾ കാണുമ്പോൾ. പക്ഷേ പൊടുന്നനെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം, ഒരു ദുഃഖവാർത്ത. താങ്കൾ അവിടെ തന്നെ നിൽക്കുക, താങ്കളും ഈ ലൈവിലുണ്ട്, അവിടെ തന്നെ നിൽക്കുക. സുർജിത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത് അയ്യപ്പത്ത്, വളരെ സങ്കടകരമായ വാർത്തയാണ് രാവിലെ വരുന്നത്. ദീപക് തർമ്മ റിപ്പോർട്ട് ചെയ്തതും മന്ത്രി ഉറപ്പിച്ച് പറഞ്ഞതും ഒക്കെ തന്നെ ഈ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്നാണ്. അപ്പോൾ കർണാടക സർക്കാർ അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. വല്ലാത്തൊരു വാർത്തയായിപ്പോയി. കാരണം ഇന്നലെ മുഴുവൻ ടെലിവിഷൻ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ച തണ്ണീർക്കൊമ്പൻ ഇന്ന് രാവിലെ ചരിഞ്ഞു എന്ന വാർത്ത മന്ത്രിക്ക് ലഭിക്കുമ്പോൾ നമുക്കാകെ നമ്മുടെ ആരോ നഷ്ടപ്പെട്ടു പോയ ഒരു വിഷമമാണ്. ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതി. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാഭാവികമായും വലിയ പ്രയാസമുണ്ട് SKN. ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചത് ദീപക് ധർമ്മടമാണ്. അദ്ദേഹം ആ വാർത്ത എത്തിക്കുന്ന മുറയിൽ തന്നെ ഇവിടുത്തെ ആളുകളോട് ഈ വിവരം ഞാൻ പങ്കുവെക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചും വലിയ പ്രയാസമാണ്. കാരണം ഈ ആന ഒരു തരത്തിലുള്ള അനിഷ്ടമായ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഏതാനും വാഴകൾക്ക് വലിയ രീതിയിലുള്ള നാശം സംഭവിച്ചു എന്നതൊഴിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് പോലും ഹാനി സംഭവിക്കുന്ന വിധത്തിൽ ഒരു പ്രശ്നവും ഈ ആന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന നിലയിൽ തന്നെ ഒരാൾക്കും അവരുടെ ജീവഹാനിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രിയപ്പെട്ട ആന എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ കൈയടിച്ചാണ് ആ ആനയെ ഇവിടെ നിന്ന് ബന്ദിപ്പൂരിലേക്ക് യാത്രയാക്കിയത്. പക്ഷേ ബന്ദിപ്പൂരിൽ എത്തുമ്പോൾ ആന ചെരിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും നമുക്ക് ഇവരോട് ചോദിക്കാം, ആന ചെരിഞ്ഞിരിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി അറിഞ്ഞപ്പം മുതൽ. നമ്മളെ വാഴ പോയതോ മറ്റുള്ള ഇതല്ല, അത്രയും റിസ്ക് എടുത്ത് ഫോറസ്റ്റുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും നാട്ടുകാരും പത്രക്കാരും ഒക്കെ മെനക്കെട്ട് അത് അറിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. ഈ രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു ദുഃഖവാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്താണ്? വളരെയേറെ സങ്കടമുള്ള ഒരു വാർത്തയാണ്. നിങ്ങളിലൂടെയാണ് നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ജനങ്ങളും എല്ലാവരും ഉൾപ്പെട്ട് അതിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. സങ്കടം, വളരെയേറെ സങ്കടപ്പെട്ടായിരുന്നു. എന്താണ് ചേട്ടാ പറയാനുള്ളത്? ദുഃഖകരമായി പോയി. കാരണം എൻ്റെ അടക്കം വരുന്ന കൃഷിയിടത്തിലാണ് ഇവൻ ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നതും അവനെ കൊണ്ടുപോയതും. പക്ഷേ ഇന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ ഇങ്ങനൊരു വാർത്ത അറിഞ്ഞാൽ ദുഃഖകരമായിട്ട് തന്നെ ഉള്ളത്. ഒരു തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കൃഷിക്ക് നാശം ചെറുതായിട്ടുണ്ട്. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ച് തന്നെ എന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട്. കാരണം ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല. അതെ. ചേട്ടാ എന്താണ് പറയാനുള്ളത്? ആന ചെരിഞ്ഞു. ഇവർ തന്നെയാണ്, ഇവർ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെ ആന ചെരിഞ്ഞു എന്നുള്ളതിൽ പ്രയാസമുണ്ട്. നിങ്ങൾ കാണുമ്പോഴൊന്നും വലിയ തരത്തിലുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ല. കുറച്ച് വാട പോയൽ എന്നല്ലാതെ വേറെ ഒന്നും ഒരു പ്രത്യേകത അല്ല, പ്രത്യേകമായിട്ടൊന്നും പറയാൻ എനിക്ക് ഒന്നും പറയുന്നില്ല. ദുഃഖകരമായി പോയി. വാഴ നഷ്ടപ്പെട്ടു, പക്ഷെ അതിനൊക്കെ വലിയൊരു സങ്കടമായി. അതെ. എന്തായാലും അതാണ് ഈ നാട്ടുകാരെല്ലാം പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നലെ മുഴുവൻ നമ്മുടെയൊക്കെ മുമ്പിലുണ്ടായിരുന്നൊരു ആന ചെരിഞ്ഞിരിക്കുന്നത്. ശരിയാണ്, തീർച്ചയായും. ഇന്നലെ നിങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചത് സന്തോഷമായില്ലേ, പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ്. അതിൽ വളരെയധികം വിഷമമുണ്ട്. ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല.
മാനന്തവാടിയെ 15 മണിക്കൂറോളം മുൻമുലയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. കർണാടക ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ഈ വാർത്ത സ്ഥിരീകരിക്കുന്ന ഇന്നലെ രാത്രി ബന്ദിപ്പൂരിൽ വെച്ചാണ് ഈ ആന ചരിഞ്ഞത്. ഒരുപക്ഷെ വളരെ ശാന്തശീലനായി കണ്ട ആന കുറച്ച് വാഴകൾ നശിപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു ദ്രോഹവും ചെയ്യാത്ത ആനയെ വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ ദൗത്യ സംഘം കർണാടകത്തെ ഏൽപ്പിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ആന ചരിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മളെ തേടി വരുന്നത്.